ഇന്ത്യയുടെ ആണവ രഹസ്യം പുറത്തായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഞെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ശരിക്കും? അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊരു അന്താരാഷ്ട്ര ഏജൻസി ഉണ്ട്, ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഈ ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓരോ വർഷവും ഓരോ രാജ്യത്തിൻ്റെ പക്കലുള്ള ആണവായുധങ്ങളെക്കുറിച്ച് കണക്ക് പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ആ കണക്കെന്ന് പറയുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങളുണ്ട്. അതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണോ എന്നെനിക്കറിയില്ല, അത് സത്യമാണ്. ഇടക്കാലത്ത് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ഞങ്ങൾക്ക് ഇന്ത്യയേക്കാൾ കൂടുതൽ ആണവായുധങ്ങളുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ഏജൻസി UN ഏജൻസിയാണ്, അന്താരാഷ്ട്ര ഏജൻസിയാണ്. അവർ ഓരോ രാജ്യത്തോട്ടും ചെല്ലും. ചേട്ടാ നിങ്ങളുടെ ആ പെട്ടിയും തുറന്ന് എത്ര അനുഭവമുണ്ടെന്ന് ഞാൻ എണ്ണട്ടെ, 1 2 3 3 ഡൽഹിയിൽ 3 തമിഴ്നാട്ടിൽ 2 ഇങ്ങനെ കണക്കെടുക്കുന്നതെന്നാണ് കരുതുന്നത്? അല്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ പക്കൽ എത്ര ആണവായുധങ്ങളുണ്ട് എന്നത് ആ രാജ്യത്തിൻ്റെ രഹസ്യമാണ്. പിന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയൊക്കെ ചില എക്സസൈസ് നടത്തും ഈ ആണവായുധങ്ങളുടെ വ്യാപനം തടയാൻ വേണ്ടിയിട്ട്. അതിനുണ്ട് വന്നിട്ട് അവർ ചോദിക്കുക, നിങ്ങളുടെ എത്രയുണ്ട് മോദി, എത്ര എണ്ണം ഉണ്ട്? ഒരു 16 ഉള്ളോ? എന്നാൽ ഒരു 22 എഴുതിക്കോ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഒപ്പിച്ചത് 25 എഴുതിയേക്കാം. ശരി 25 എന്ന് പറയും. ഇങ്ങനെയൊക്കെ ആണ് കണക്കെടുക്കുന്നത്. അല്ലാതെ ആരും വന്നിട്ട് ഞങ്ങളുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലിരിക്കുന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ തുറന്ന് കാണിക്കാറില്ല. ഞങ്ങളുടെ ഇത്ര ബോംബുണ്ട് ഇന്ന അടുത്താണ് വെച്ചിരിക്കുന്നത്. ഒരു കണക്കങ്ങോട്ട് കൊടുക്കും, ആ കണക്ക്. അപ്പോൾ ആ കണക്കനുസരിച്ച് ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് 180 ആണവായുധങ്ങളുണ്ട്, അണുബോംബുകളുണ്ട്. പാകിസ്ഥാന് 170 പാകിസ്ഥാനേക്കാൾ 10 കൂടുതൽ നമുക്ക്. ഇന്ത്യക്ക് 172 ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 8 കൂടെ കൂടി എന്ന് പറയുന്നു. ശരിയായിരിക്കാം, ശരിയല്ലായിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം അങ്ങനെ നേരത്തെ ഇത്ര നേരം പറഞ്ഞ പോലെ നമ്മുടെ അങ്ങനത്തെ രഹസ്യമൊന്നും അന്താരാഷ്ട്ര ഈ കടലാസ സംഘടനയ്ക്കൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. ഇനി പാകിസ്ഥാൻ ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്ന് പറയണം. കാരണം JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ്. JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെ ട്രംപിൻ്റെ കൂടെ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു. ബ്രിട്ടൻ ഇങ്ങനെ ഭയങ്കരമായി ഈ നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ അംഗീകരിച്ച് ഒരു ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒരു 10 വർഷം കഴിയുമ്പോൾ അണുബോംബ് സ്വന്തമായിട്ടുള്ള ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായിട്ട് ബ്രിട്ടൻ മാറും. അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ പാകിസ്ഥാനോ എന്നൊരു ചോദ്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഖാനെ പോലെയുള്ള ആണവശാസ്ത്രജ്ഞന്മാരൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും പാകിസ്ഥാൻ ഒരു അണുബോംബ് ഉണ്ടാക്കിയോ എന്നുള്ള ഒരു സംശയം പണ്ടേ ഉണ്ട്. നമ്മൾ പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ ആണവ സ്ഫോടനം നടത്തി. അമേരിക്ക അറിയാതെ, അമേരിക്ക ചാരക്കണ്ണ് വെച്ച് നോക്കിയിരുന്നിട്ട് നമ്മൾ ഒന്ന് പൊട്ടിച്ച്, പിറ്റേ ദിവസം പൊട്ടി ചക്കക്കുരു പൊട്ടിക്കുന്ന പോലെ അടുപ്പിച്ച് നമ്മൾ 2-3 പൊട്ടിച്ചു. അമേരിക്ക അറിഞ്ഞില്ല. അത്ര കൃത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ പാകിസ്ഥാനും പൊട്ടിച്ചു. അപ്പം നമ്മൾ എത്രയോ വർഷത്തെ നമ്മുടെ ഭാവയെ പോലെയുള്ള നമ്മുടെ അതിപ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ അവരെയൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ കഥ നമുക്ക് മറ്റൊരിക്കൽ പറയാം. എങ്ങനെയാണ് ഹോമി ജെ ബാബയൊക്കെ മരിച്ചതെന്നുണ്ട്. വിമാനം തകർന്ന് ആൽപ്സിലോ മറ്റോ മരിച്ചു വീണതാണ്. അതിൻ്റെ കഥയിലേക്ക് നമുക്ക് പോകാം. ആൽപ്സിലാണ്, അതെ ആൽപ്സ് എന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, സബ്ജക്റ്റ് ടു കറക്ഷൻ. ആ കഥ വിശദമായി നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ഏതായാലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഉന്മൂലനം ചെയ്യാനുള്ള അമേരിക്കൻ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ അതിജീവിച്ച് നമ്മൾ അനുഭവം ഉണ്ടാക്കി പൊക്രാനിൽ പരീക്ഷണം നടത്തി. പക്ഷേ പാകിസ്ഥാൻ നമ്മൾ നടത്തിയതിനോ തൊട്ടടുത്ത് പാകിസ്ഥാൻ പൊട്ടിച്ചു. എവിടുന്ന് കിട്ടി? അമേരിക്ക കൊടുത്തതാണ്. കാരണം ഇന്ത്യ അങ്ങനെ ന്യൂക്ലിയർ പവർ ആവണമെങ്കിൽ നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സഖ്യശക്തി പാകിസ്ഥാനായിരുന്നു. അതുകൊണ്ട് നീ പിടിച്ചോരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമായി. അവരുടെ കിരാന ഹിൽസിലെ ന്യൂക്ലിയർ വാർഹെഡ്സൊക്കെ നമ്മൾ അടിച്ചു കളഞ്ഞതിന് ശേഷം ഒരു കാര്യം വ്യക്തമായി, നൂർഖാൻ എയർബേസ് തകർക്കപ്പെട്ടു. നൂർഖാൻ എയർബേസുമായി ബന്ധപ്പെട്ട് CIA ഉദ്യോഗസ്ഥരുടെ ചില വെളിപ്പെടുത്തലുകൾ വന്നു. കാരണം അത് നൂർഖാൻ പാകിസ്ഥാനിലാണെങ്കിലും അതിൻ്റെ കൺട്രോൾ മുഴുവൻ അമേരിക്കയ്ക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വിമാനങ്ങളുമൊക്കെ തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ പട്ടാള ജനറലിനെ പോലും നൂർഖാനിൽ അമേരിക്ക കയറ്റത്തില്ലായിരുന്നു. കാരണം എക്സ്ക്ലൂസീവായ അമേരിക്കയുടെ ഒരു വ്യോമതാവളം പോലെയായിരുന്നു നൂർഖാൻ. അതാണ് നമ്മൾ ബ്രഹ്മോസ് വെച്ചടിച്ച് തകർന്നത്. അപ്പം ട്രംപ് ചോദിക്കുമ്പോൾ, അയ്യോ ചേട്ടാ അത് ചേട്ടൻ്റെ ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ, ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഈ ബ്രഹ്മോസ് വിടത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഡിപ്ലോമസിയാണ് നമ്മളെടുത്തത്. അമേരിക്കയ്ക്കോ ഇരുട്ടത്ത് കിട്ടിയ അടി പുറത്ത് പറയാൻ പറ്റില്ല എന്ന പോലെ അമേരിക്ക ഒട്ടും മിണ്ടുന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫലമുണ്ടായി. പിന്നീട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി. താരിഫിൻ്റെ പേരിലാണെങ്കിലും നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളിൽ
വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ അറിയാത്ത ഇനി ഏതെങ്കിലും ഒരു വിരമിക്കുന്ന ജനറൽ ഒരു പുസ്തകം എഴുതുമ്പോഴായിരിക്കും ഈ കഥകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെ അമേരിക്കയുടെ ഈ ഭീഷണിയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. നമ്മളങ്ങനെ ഒരു ആണവശക്തിയുള്ള ഒരു രാജ്യം മറ്റൊരു ആണവശക്തിയുള്ള രാജ്യത്തെ ലോക ചരിത്രത്തിൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ആ റെക്കോർഡ് നമ്മൾ തിരുത്തി. പാകിസ്ഥാൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന് പറയുന്ന പാകിസ്ഥാനെ കയറി നമ്മളടിച്ചിട്ട് പാകിസ്ഥാൻ്റെ ഈ സാധനമൊക്കെ തകർത്തു. എവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ പാകിസ്ഥാന് ആണവശേഷി ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഏതായാലും പാകിസ്ഥാന് 170 നമുക്ക് 180 എന്നാണ് കണക്ക്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ പക്കലുള്ള ഈ ആണവായുധങ്ങളുടെ ഒരു ശേഷി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാനിസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള ആണവായുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അതായത് അത്തരം മിസൈലുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു യുദ്ധം ഉണ്ടാകുന്നു, ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഉടനെ മിസൈൽ എടുത്തിട്ട് രാമൻകുട്ടി വന്നേ, അപ്പുറത്തെ പെട്ടി വെച്ചിരിക്കുന്ന 2 അണുബോംബും എടുത്തേ എന്ന് പറഞ്ഞ് 2 രാമൻകുട്ടി പിന്നെ ഗോപാലനും ഒക്കെ ഓടി ചെല്ലുന്നു. 2 അണുബോംബ് ചുവന്നുകൊണ്ട് വിടുന്നു. അത് മിസൈലിൽ പിടിപ്പിക്കുന്നു, നട്ട് മുറുക്കുന്നു, എന്നിട്ട് ഈ സാധനം കത്തിച്ചു വിടുന്നു. അപ്പോൾ മണിക്കൂർ 1.5 പോകും. ആ പരിപാടി ഇപ്പോൾ നമുക്കില്ല. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ കാനിസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ എന്ന് പറഞ്ഞാൽ സാധനം റെഡിയാണെന്നേ, ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ നിന്ന് പ്രധാനമന്ത്രിയെ ഉൾപ്പെടുന്ന നമ്മുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ഉണ്ട്. അത് SFC എന്ന് പറയും. അതിൽ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ആ പാസ്വേഡ് അങ്ങോട്ട് അമർത്തിയാൽ ഈ സാധനം ഭൂം എന്നങ്ങ് പൊക്കോടും, പോകേണ്ടത് പോയി പൊട്ടും. അത് മാത്രമല്ല, നമ്മുടെ പക്കൽ ഇപ്പോൾ ഉള്ള മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഒരു മിസൈലിൽ തന്നെ വ്യത്യസ്ത ആണവ ആയുധങ്ങൾ വഹിക്കാം. അത് ഇവൻ പറന്ന് നേരെ പോകും, ഒന്ന് തെക്കോട്ട് പോകും, ഒന്ന് പടിഞ്ഞാട്ട് പോകും, ഒന്ന് കിഴക്കോട്ട് പോകും. അങ്ങനെ വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് പോകുന്ന മിസൈലുകളും നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണെന്നുള്ളത് എന്നോട് ചോദിക്കരുത്. ഇന്ത്യയുടെ ആണവായുധങ്ങൾ എവിടെയുണ്ടെന്നല്ലേ, അത് ഞാൻ പറയണം. ഞാനൊരു ഇന്ത്യൻ ആർമി, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രം അറിയാം, പ്രധാനമന്ത്രിക്ക് പോലും അറിയുമെന്ന് അറിയില്ല. ഏതായാലും നമുക്കൊന്ന് നോക്കാം നമ്മുടെ ആയുധങ്ങളൊക്കെ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ ചില ഊഹങ്ങളുണ്ട്. ചില സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ലോക ആറ്റോമിക് എനർജി ഏജൻസിയെ പോലെയുള്ള ആളുകളും പിന്നെ ഇന്ത്യയുടെ ചില സൈനിക നീക്കങ്ങളുമൊക്കെ നോക്കിയിട്ട് പലരും പറയാറുണ്ട് ഇന്ത്യയുടെ ആണവായുധങ്ങൾ കരയിലുണ്ട്, കടലിലുണ്ട്, ആകാശത്തുണ്ട്. ന്യൂക്ലിയർ ട്രിഡാർ എന്ന് പറയും. അത് ഒരേ സമയം വേണമെങ്കിൽ നമുക്ക് കരയിൽ നിന്ന് വിക്ഷേപിക്കാം, അഗ്നി പോലെയുള്ള മിസൈലുകൾ, അല്ലെങ്കിൽ കടലിൽ നിന്ന് നമ്മുടെ INS അരിഹന്ത് പോലെയുള്ള ന്യൂക്ലിയർ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാം, പിന്നെ മിറാഷും റഫേൽ പോലെയുള്ള വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാം. ഇങ്ങനെ ന്യൂക്ലിയർ ട്രിഡാർ എന്ന് പറഞ്ഞാൽ ത്രികോണം, ന്യൂക്ലിയർ ത്രികോണം. അതായത് കര, കടൽ, ആകാശം, ഈ 3 സ്ഥലത്തു നിന്നും ഒരേപോലെ ആണവായുധങ്ങൾ വിന്യസിക്കാൻ കഴിവുള്ളൊരു രാജ്യമാണ് നമ്മൾ. അതൊരു വലിയ ശേഷിയാണ്. അത്തരം രാജ്യങ്ങൾ ലോകത്ത് വളരെ കുറവാണ്. നമുക്ക് ആ ഒരു ശേഷിയുണ്ട്. മറ്റ് സൂപ്പർ പവറുകൾക്കൊപ്പം ഇത്തരം ആണവശേഷി വഹിച്ച രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞു, 1 അഗ്നി മിസൈൽ, 2 നമ്മുടെ അരിഹന്ത് പോലെയുള്ള നമ്മുടെ അതികൂറ്റനായിട്ടുള്ള ന്യൂക്ലിയറിൽ ചലിക്കുന്ന അന്തർവാഹിനികൾ, ഇവയൊക്കെയാണ് പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ നിരീക്ഷിച്ചിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് രാജസ്ഥാനിലെ മൂർഖി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പാകിസ്ഥാനിലെ അതിർത്തിയിലാണ്. അവിടെയാണ് നമ്മുടെ അഗ്നി മിസൈലുകളുടെ പ്രധാന കേന്ദ്രം. അഗ്നി മിസൈലുകൾ ഏറ്റവും കൂടുതൽ അവിടെയാണ് വിന്യസിച്ചിട്ടുള്ളതും അവിടെ നിന്നാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മിക്കവാറും മൂർഖിയിൽ കാണും സാധനം. കാരണം അവിടെ നിന്ന് മറ്റേ സാധനം ഇതൊക്കെ അഗ്നിയിൽ ഫിറ്റ് ചെയ്തിട്ടാണല്ലോ വിടുന്നത്. അപ്പോൾ മിക്കവാറും അവിടെ ഉണ്ടാവും. ആ തീ ഉണ്ടെങ്കിൽ പുക കാണുമെന്ന് പറഞ്ഞാൽ മൂർഖി ഒരു കേന്ദ്രം രാജസ്ഥാനിലാണ്, മറ്റേ പാകിസ്ഥാൻ്റെ അടുത്താണ്. അതുകൊണ്ട് അവിടെ കാണും എന്ന് പറയുന്നുണ്ട്. ഇനി ചൈനയുമായിട്ടൊരു പ്രശ്നമുള്ളതുകൊണ്ട്, സംഘർഷമുള്ളതുകൊണ്ട് ഗുവാഹട്ടിയിൽ സാധനം ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. അത് ചൈന അതിർത്തിയിൽ അവിടെ അഗ്നി 5 മിസൈലുകളുടെ ഒരു കേന്ദ്രം. കാരണം ചൈനയിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. പാകിസ്ഥാനിലാണെങ്കിൽ എടുത്ത് കിട്ടാൽ മതി. ചൈനയ്ക്ക് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ആസാമിൽ ഗുവാഹട്ടിയിൽ ഈ സാധനം ഉണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു. ഇതൊന്നും കൃത്യമല്ല കേട്ടോ. ഇനി തീർന്നില്ല. ഇനിയിപ്പോൾ ഉള്ളത് സെക്കന്ദരാബാദ് ഒരു കേന്ദ്രമായിട്ട് ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നുണ്ട്. ഇന്ത്യ ആണവായുധങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലം. പിന്നെ വിശാഖപട്ടണത്തെ ഏതോ രഹസ്യമായിട്ടുള്ള S2 എന്ന് പറയുന്ന ഒരു ബേസിലാണത്രേ നമ്മുടെ INS അരിഹന്ത് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ന്യൂക്ലിയർ പവേഡ് അന്തർവാഹിനി, അരിഹന്ത് കാറ്റഗറിയിലുള്ള കുറേ അന്തർവാഹിനികൾ നമ്മൾ ചെയ്യുന്നത് അരിഹന്ത് അവിടെയാണുള്ളത്. അത് കടലിനടിയിൽ നിന്ന് ആണവായുധം ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തിലെ ഏത് ലക്ഷ്യത്തിലേക്കും അതിൻ്റെ റേഞ്ച് അനുസരിച്ച് ഉള്ള ഏത് ലക്ഷ്യത്തിലേക്കും മിസൈലുകൾ അയക്കാൻ കഴിയുന്ന അരിഹന്തിൻ്റെ ഒരു കേന്ദ്രം വിശാഖപട്ടണം ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ ചിലരൊക്കെ പറയുന്നത് ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്റർ ഉണ്ടല്ലോ ബോംബെയിൽ, അവിടെയാണ് നമ്മൾ പ്ലൂട്ടോണിയം എൻറിച്ച് ചെയ്തിട്ട് അണവായുധങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ മിക്കവാറും അവിടെയാണ് ഇത് ഉണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. എന്നാൽ പിന്നെ ഇത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന സ്ഥലത്തൊന്നും ആയിരിക്കത്തില്ല ഇന്ത്യയുടെ
ആണവായുധങ്ങളുള്ളത്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. ഇന്ത്യയുടെ ആണവായുധങ്ങൾ എവിടെയൊക്കെയാണ് എന്നത് ലോകത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഉറപ്പായി ഞെട്ടിയിരിക്കും. കാരണം പാകിസ്ഥാൻ്റെ കയ്യിലുള്ള സാധനമൊക്കെ കിരാന ഹിൽസിലെ മണ്ണിനടിയിലാണ്. വേറെ സാധനമൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ 180 ആണവായുധങ്ങളുണ്ടെന്ന് ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ 170 കടലാസിലാണ്, ബാക്കിയുള്ളതൊക്കെ മണ്ണിനടിയിലാണ്. നമ്മുടെ ഇപ്പോഴും റെഡിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഇന്ത്യക്ക് 180 ലൈവായിട്ടുള്ള അണവായുധങ്ങളുണ്ട് എന്നുള്ള കള്ളക്കണക്ക്. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യക്ക് 180 ആണവായുധങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന്. ഇത് മാത്രം ഇത് പറയുമ്പോൾ നമ്മൾ ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്ക് എത്ര ആണവായുധങ്ങളുണ്ടെന്നൊരു കണക്കുണ്ട്. റഷ്യക്ക് 5400 അണുബോംബുകളുണ്ട്, അമേരിക്കയ്ക്ക് 5200, ചൈനയ്ക്ക് 600, ഫ്രാൻസിന് 290, UK ബ്രിട്ടന് 225, ഇന്ത്യക്ക് 180, പാകിസ്ഥാന് 170, ഇസ്രായേലിന് 90, നോർത്ത് കൊറിയയ്ക്ക് 50 എന്നാണ് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ ഏജൻസിയുടെ കണക്ക്. അവരുടെ കണക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരു തരത്തിലും വിശ്വസിക്കാവുന്ന കണക്കല്ല. ലോകത്തൊരു രാജ്യവും തങ്ങളുടെ പക്കലുള്ള അണുവായുധങ്ങളുടെ കൃത്യമായ കണക്ക് ഒരു ഏജൻസിക്കും കൊടുക്കില്ല. അപ്പോൾ ഇത് ആരോഗ്യം സൂചിപ്പിക്കാൻ വേണ്ടി വർഷാവർഷം ഒരു പണിയെടുക്കണമല്ലോ, അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റാണ്. അപ്പോൾ ഇന്ത്യയുടെ പക്കൽ എന്തായാലും പാകിസ്ഥാനിന് കുളിരും പനിയും കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ആണവായുധ ശേഖരമുണ്ട്. പാകിസ്ഥാൻ്റെത് കണ്ടറിയണം. ഈ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മൂടി വെക്കുന്ന ഇത്തരം വാർത്തകൾ നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഏതായാലും ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം, സഹായം വേണം. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. നമ്മുടെ ലോഗോയുടെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരും. അതിൽ വെറുതെ ഒന്ന് വിരലമർത്തിയാൽ മതി. എന്നിട്ട് തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ സഹായിക്കുക.